തൊടുപുഴ വെള്ളിയാമറ്റത്ത് പശുക്കൾ കൂട്ടത്തോടെ ചത്ത സംഭവത്തിൽ കുട്ടിക്കർഷകരായ മാത്യുവിനെയും ജോർജിനെയും ചേർത്തുപിടിച്ച് നാട്. ഒരാഴ്ചയ്ക്കുള്ളിൽ കുട്ടികൾക്ക് 5 പശുക്കളെ നൽകുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി അറിയിച്ചു. നടൻ ജയറാം 5 ലക്ഷം രൂപ കൈമാറിയതിന് പിന്നാലെ കൂടുതൽ താരങ്ങൾ സഹായം പ്രഖ്യാപിച്ചു. മരച്ചീനിത്തൊണ്ട് കഴിച്ചതിനെ തുടർന്ന് കർഷകരുടെ 13 പശുക്കൾ ചത്തത് ഇന്നലത്തെ സങ്കട കാഴ്ചയായിരുന്നു. മാത്യുവിന്റെയും ജോർജിന്റെയും വീട്ടിലെത്തിയ മന്ത്രി ജെ ചിഞ്ചുറാണിയും മന്ത്രി റോഷി അഗസ്റ്റിനും സർക്കാർ ഒപ്പമുണ്ടെന്ന് പ്രഖ്യാപിച്ചു. ഒരാഴ്ചയ്ക്കകം മാത്യുവിന് ഇൻഷുറൻസ് പരിരക്ഷയോടുകൂടി 5 പശുക്കളെ നൽകും. 1 മാസത്തെ കാലിത്തീറ്റയും സൗജന്യമായി നൽകും. കൂടുതൽ സഹായം നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഒരു 5 പശുക്കളെ ഒരാഴ്ചയ്ക്കകം തരും. നല്ലതിനും പശുവിനെയാണ് തരുന്നത്. അപ്പോൾ ആ 5 പശു സൗജന്യമായിട്ട് ഗവൺമെൻറ് തന്നെ കൊടുക്കുകയാണ്. മറ്റുള്ള പശുക്കൾക്ക് പകരം നമ്മൾ ദുരന്ത നിവാരണ പദ്ധതി പ്രകാരമുള്ള പണം ഞങ്ങൾ അനുവദിക്കാനുള്ള ശ്രമമാണ് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത്. പിന്നാലെ നടൻ ജയറാമും കുട്ടികൾക്ക് പിന്തുണയുമായി നേരിട്ടെത്തി 5 ലക്ഷം രൂപയുടെ ചെക്ക് കുട്ടികൾക്ക് കൈമാറി. തുടർന്നും എല്ലാ സഹായങ്ങളും ഉണ്ടാകുമെന്ന താരത്തിന്റെ ഉറപ്പ്. ഇന്ന് രാവിലെ പത്രം തുറന്നപ്പോൾ സഹിക്കാൻ പറ്റിയില്ല അങ്ങോട്ട്. ഈ കുഞ്ഞുങ്ങൾക്കൊരു 10 പശുവിനെങ്കിലും മേടിക്കാൻ സാധിച്ചാൽ അതൊന്ന് കൈമാറാൻ വേണ്ടിയിട്ടും ഇവർക്ക് ആ ഒരു നേരിട്ട് വന്ന് സമാധാനിപ്പിക്കാൻ, കാരണം ഞാൻ അനുഭവിച്ച വേദനയാണ്, അതുകൊണ്ടാണ് നേരിട്ട് ഇങ്ങോട്ട് എത്തിയത്. ജയറാമിനെ ഫോണിൽ വിളിച്ച മമ്മൂട്ടി 1 ലക്ഷം രൂപയും പൃഥ്വിരാജ് 2 ലക്ഷം രൂപയും കുട്ടികൾക്ക് കൈമാറുമെന്ന് അറിയിച്ചു. പ്രതിസന്ധികളിൽ ചേർത്ത് പിടിച്ചവർക്ക് നന്ദി അറിയിച്ച മാത്യുവും കുടുംബവും. സഹായങ്ങൾ ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പ്രതീക്ഷിക്കാത്ത ഒരുപാട് തലങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് സഹായങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ, മിൽമ, തൊടുപുഴ MLA PJ ജോസഫ് എന്നിവരും കുട്ടികൾക്ക് സഹായങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർക്കാരും പൊതുസമൂഹവും ചേർത്ത് പിടിച്ചതോടെ മാത്യുവിനും കുടുംബത്തിനും ഇനി പുതുജീവൻ. ഈ ഫാമിലേക്ക് ഇനി പുതിയ പശുക്കൾ എത്തും. ഇടുക്കിയിൽ നിന്ന് സുനിൽ സുരേന്ദ്രനൊപ്പം വിഷ്ണു സുരേഷ്, 24. തൊടുപുഴയിലെ കുട്ടിക്കർഷകരുടെ വീട്ടിൽ നിന്ന് വിഷ്ണു സുരേഷ് തത്സമയ വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു സുരേഷ്, ഇത്ര വലിയ പിന്തുണ ഉണ്ടാകും എന്ന് മാത്യുവും കുടുംബവും പ്രതീക്ഷിച്ചിരുന്നോ? എന്താണിപ്പോൾ അവരുടെ ഒരു പ്രതികരണം? അവർ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്ര വലിയൊരു പിന്തുണ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടാകുമെന്ന്. പക്ഷേ നമ്മൾ കണ്ടത് കേരളം അവരെ ചേർത്ത് പിടിക്കുന്ന മാതൃകാപരമായ ഒരു കാഴ്ചയാണ്. സർക്കാരിൻ്റെ പ്രതിനിധികളായി ജെ ചിഞ്ചുറാണിയും മന്ത്രി റോഷി അഗസ്റ്റിനും ഇങ്ങോട്ടേക്ക് എത്തി പരമാവധി സഹായം കുടുംബത്തിന് വാഗ്ദാനം ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ 5 പശുക്കളെ, അതായത് ഇൻഷുറൻസ് പരിരക്ഷയോടുകൂടി 5 പശുക്കളെ നൽകും എന്നുള്ളതാണ്. അതോടൊപ്പം മറ്റ് തുടർ സഹായങ്ങളും അവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. സിനിമാ മേഖലയിൽ നിന്ന് ജയറാം എത്തി 5 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി. മമ്മൂട്ടിയും അതോടൊപ്പം തന്നെ പൃഥ്വിരാജും സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ലുലു ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്ന് 10 പശുക്കളെ വാങ്ങാനുള്ള തുക അല്പസമയത്തിനകം തന്നെ കൈമാറും. ഏറ്റവും പ്രധാനപ്പെട്ടത് അല്പസമയം മുമ്പ് സംഭവിച്ചത് തൊടുപുഴ MLA ആയ PJ ജോസഫിന്റെ വീട്ടിൽ നിന്ന്, അദ്ദേഹത്തിന്റെ ഫാമിൽ നിന്ന്, അദ്ദേഹവും ഈ കന്നുകാലി കൃഷിയുമായി ബന്ധപ്പെട്ട് ഏറെ താല്പര്യപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഈ മാത്യുവിന് കൈമാറാൻ ആയിട്ട് ഒരു പശുവിനെ കൊണ്ടുവന്നു. ആ പശുവാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. അല്പസമയം മുമ്പ് അദ്ദേഹത്തിന്റെ മകൻ അബു ജോൺ ജോസഫാണ് ഈ പശുവിനെ മാത്യുവിന് കൈമാറിയത്. അങ്ങനെ സഹായങ്ങൾ ഓരോന്നോരോന്നായി വീട്ടിലേക്ക് എത്തുന്നു. കുടുംബം വലിയ സന്തോഷത്തിലാണ്. അവർ വലിയ പ്രതിസന്ധിയിലൂടെ ഇന്നലെ കടന്നുപോയിരുന്നു. കാരണം ഏക വരുമാന മാർഗമായിരുന്നു. 13 പശുക്കൾ ഒറ്റയടിക്ക് ചത്തുപോകുന്നു. വലിയ വൈകാരിക ബന്ധം ആ പശുക്കളുമായി വിദ്യാർത്ഥികൾക്കും ഈ കുട്ടികൾക്കുമെല്ലാം ഉണ്ടായി. അതെല്ലാം ഒരു നിമിഷം തകർന്നു പോകുന്ന കാഴ്ച കണ്ടു. പക്ഷേ അവരെ തകർത്ത് അങ്ങനെ ജീവിതത്തിലേക്ക് തകർച്ചയിലേക്ക് തള്ളിവിടാൻ കേരളം തയ്യാറാകുന്നില്ല. അവരെ ചേർത്ത് പിടിക്കുകയാണ് കേരളം ഒന്നാകെ. വലിയ സന്തോഷത്തിലാണ് ആ കുടുംബം. അവർ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തുള്ള സഹായങ്ങൾ എല്ലാ മേഖലകളിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നു. വരും ദിവസങ്ങളിലും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ ഈ സഹായങ്ങൾ തുടരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഗുരുവായൂരപ്പൻ കോളേജിൽ നിന്ന് സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പല പ്രൈവറ്റ് ട്രസ്റ്റുകൾ സഹായം വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ഡീൻ കുര്യാക്കോസ് MP ഇവിടെ വന്ന് അവർക്ക് തുക കൈമാറി. അങ്ങനെ നിരവധിയായ സഹായങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനിയും ഊർജിതമായി ഈ കന്നുകാലി കൃഷി മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് മാത്യുവും അതോടൊപ്പം തന്നെ മാത്യുവിൻ്റെ സഹോദരൻ ജോർജും മാതാവും സഹോദരിയും എല്ലാം വ്യക്തമാക്കുന്നത്. മരച്ചീനി തൊണ്ട് കഴിച്ചതിനെ തുടർന്നാണ് ഇവർക്ക് ഇത്തരത്തിൽ ഈ പശുക്കളെ നഷ്ടമായത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത്. അത് പോസ്റ്റ്മോർട്ടത്തിലും അക്കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഈ മരച്ചീനി തൊണ്ടിലടങ്ങിയിരിക്കുന്ന സയനൈഡിന്റെ അംശം അത് ഉള്ളിൽ ചെന്നതാണ് ഈ മരണകാരണം. 5 പശുക്കളുടെ നില ഗുരുതരമായിരുന്നു. അതിൽ 2 പശുക്കൾ റിക്കവറായിട്ടുണ്ട്, 3 പശുക്കൾ റിക്കവറായിട്ടുണ്ട്. 2 പശുക്കളുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും ഇങ്ങോട്ടേക്ക് കൂടുതൽ സഹായമെത്തും. CPI ഉൾപ്പെടെയുള്ള സംഘടനകൾ എല്ലാവരും ഇവർക്ക് സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളുടെ ഇടപെടൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒന്നാണ്. വെള്ളിയാമറ്റം പഞ്ചായത്തും അതോടൊപ്പം ഇളന്തേശം
ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്തുമാണ് ഈ വിഷയത്തിൽ ആദ്യം ഇടപെട്ടത്. അവർ കൂടുതൽ സഹായങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിക്കും. ഈ ഫാമിന് ആവശ്യമായ അനുബന്ധ മെഷീനുകൾ നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കുകയാണ് വെളിയമറ്റം പഞ്ചായത്തും ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്തുമല്ല. അങ്ങനെ കൃത്യമായൊരു ഇടപെടൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. സർക്കാരും പൊതുസമൂഹവും ഈ സമൂഹത്തിന്റെ വിവിധ ഭാഗത്തു നിന്നുള്ള എല്ലാ നാനാ തുറകളിൽപ്പെട്ട ആളുകളും ഈ കുടുംബത്തെ ചേർത്ത് പിടിച്ച കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഏറ്റവും മനോഹരമായ, ഏറ്റവും സന്തോഷം നൽകുന്ന മനുഷ്യബന്ധത്തിന്റെ കഥ പറയുന്നൊരു കാഴ്ച കൂടിയാണ് ഇന്ന് ഇവിടെ നിന്ന് പറയാനുള്ളത്. വേണു. വിഷ്ണു സുരേഷ്, അപ്പോൾ തന്നെ ചില ദൗർബല്യങ്ങൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ക്ഷീരകർഷകർ അനുഭവിക്കുന്ന കാര്യങ്ങൾ കൂടി ഈ സംഭവത്തിലൂടെ പുറത്ത് വരികയല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് ഈ കന്നുകാലികളുടെ ഇൻഷുറൻസ്, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവിടെ നിൽക്കുന്നു. മന്ത്രി തന്നെ നിസ്സഹായത പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. 60,000 പശുക്കളുടെ ഇൻഷുറൻസ് മാത്രമാണ് സാധ്യം. ഇനി മറ്റൊരു കേന്ദ്ര സഹായത്തോടു കൂടിയുള്ള തുടർ നടപടികളെ ഇനി സാധ്യമാകൂ എന്ന്. അതുപോലെ തന്നെ ഈ കാലിത്തീറ്റയുടെ ഗുണമേന്മയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇതൊക്കെ പുറത്തു കൊണ്ടുവരുന്നതിന് കൂടി ഈ സംഭവം വഴിവെച്ചിട്ടുണ്ടോ? തീർച്ചയായും ഇന്ന് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ കന്നുകാലി കർഷകർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നേരിടുന്നത്. ഏകദേശം 60,000 വരുന്ന പശുക്കൾക്ക് മാത്രമാണ് നിലവിൽ ഇൻഷുറൻസ് ഏർപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടുള്ളത് എന്ന് മന്ത്രി തന്നെ വ്യക്തമാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടൊരു തുടർ നടപടികൾ ആവിഷ്കരിച്ചു വരികയാണ്. സംസ്ഥാനത്തെ എല്ലാ പശുക്കൾക്കും അല്ലെങ്കിൽ കന്നുകാലികൾക്കും പൂർണ്ണമായും ഇത്തരത്തിൽ ഇൻഷുറൻസ് ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് കേന്ദ്രത്തിന്റെ അനുമതിക്കായി വിട്ടിട്ടുണ്ട്. 60% കേന്ദ്രവും 40% സംസ്ഥാനവുമായാണ് ആ ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കാൻ തയ്യാറായിരിക്കുന്നത്. ഒരു പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് 2 വർഷത്തിനുള്ളിൽ തന്നെ ഈ പദ്ധതി തുടർച്ചയായി അല്ലെങ്കിൽ ഒരു സക്സസിലേക്ക് എത്തും. അതോടൊപ്പം മറ്റൊന്ന് ഈ കന്നുകാലി തീറ്റയുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധികളാണ്. അത്തരത്തിൽ അതൊരു പ്രധാനപ്പെട്ട വിഷയമായി അവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ പല കന്നുകാലി തീറ്റയ്ക്കും അതിൻ്റെതായ ക്വാളിറ്റി ഇല്ല. കഴിഞ്ഞ വർഷം കോട്ടയത്ത് ഏകദേശം 25ഓളം വരുന്ന കന്നുകാലികളാണ് ഈ കാലിത്തീറ്റ, ഗുണമേന്മയില്ലാത്ത കാലിത്തീറ്റ കഴിച്ചതിനെ തുടർന്ന് മരിച്ചത്. അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നത് അബു ജോൺ നമുക്കൊപ്പം ചേരുകയാണ്. വലിയ സങ്കടത്തിലൂടെയാണ് ഈ കുടുംബം കടന്നുപോയത്. പെട്ടെന്ന് അവർക്കൊരു ആശ്വാസമായി നിങ്ങൾക്ക് എത്താൻ സാധിച്ചു. അതോടൊപ്പം തന്നെ ഈ മേഖലയിലെ ചില പ്രശ്നങ്ങൾ കൂടി തുറന്നു കാട്ടുന്നതായി മാറുന്നുണ്ടോ ഈ ദുരന്തം ക്ഷീര മേഖലയുമായി ബന്ധപ്പെട്ട്? അല്ല, കേരളത്തിൽ പൊതുവെ ക്ഷീര കർഷകർ, ഇപ്പം ഞാനും പശുവിനെ വളർത്തുന്ന ഒരാളാണ്, ക്ഷീര കർഷകർ അനുഭവിക്കുന്ന ഒരു വിഷമത എന്ന് പറയുന്നത്, പാലിന് 2 രൂപ മിൽമ വില കൂട്ടിയാൽ കാലിത്തീറ്റയുടെ വില 6 രൂപ 7 രൂപ കൂടുന്നു. അപ്പോൾ പിടിച്ചു നിൽക്കാൻ വളരെ കഷ്ടപ്പെടുന്നൊരു മേഖലയാണ്. അവർ ക്ഷീര കർഷകർക്ക് വിലയില്ല എന്നുള്ളൊരു പരാതി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അപ്പോൾ വളരെ കഷ്ടപ്പെട്ടാണ് ഇപ്പോൾ ഇവിടെ ഈ കുട്ടികൾ തന്നെ പണിക്കാരെ ഒഴിവാക്കി അവർ തന്നെ തൊഴുത്തിലിറങ്ങി ജോലി ചെയ്യുന്നതുകൊണ്ടൊക്കെയാണ് ഇവർ പിടിച്ചു നിന്ന് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസരത്തിലാണ് ഈ ദുരന്തം സംഭവിച്ചത്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ധാരാളം സാധാരണക്കാരായ ക്ഷീര കർഷകർ കേരളത്തിൽ നിന്ന് കഷ്ടത അനുഭവിക്കുന്നുണ്ട്. അതിന് കൃഷി വകുപ്പും സർക്കാരൊക്കെ ഒരു ക്രിയാത്മകമായൊരു ഇടപെടലുകൾ നടത്തി കേരളത്തിലെ കാർഷിക വൃത്തി ലാഭകരമല്ലാതെ കേരളത്തിൽ ഇനി ആരും ഇവിടെ നിൽക്കത്തില്ല. ഇന്ന് നമ്മൾ കാണുന്നതാണ്, പലായനങ്ങളാണ് ഇവിടുന്ന്. കാർഷിക മേഖലയുടെ ഒരു തകർച്ചയാണ് ഒരു പരിധിവരെ ഇവിടുന്ന് യുവാക്കൾ വിട്ടുപോകുന്നത്. കാരണം ഇവിടെ കാർഷിക മേഖല പണ്ട് 2-3 ഏക്കറൊക്കെ ഉള്ള ആളുകൾക്ക് ഇതൊരു ലാഭകരമായൊരു തൊഴിലായിരുന്നു. ഇന്ന് 2-3 ഏക്കറൊക്കെ കൃഷിക്കാർക്ക് ബാധ്യതയാണ്. സർക്കാർ കൃത്യമായി ഇടപെടുന്നില്ല എന്നൊരു ആക്ഷേപമുണ്ട്. അല്ലെങ്കിൽ എന്താണ് ഇന്നത്തെ ഒരു സംഭവം എന്ന് ആർക്കും, മന്ത്രി പോലും ഇന്ന് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചോദിക്കുമ്പോൾ കൃത്യമായ ഉത്തരവില്ല. ഇത് ഒരു സർക്കാരിനെ കുറ്റപ്പെടുത്തേണ്ട അവസ്ഥയാണ് തോന്നുന്നില്ല. കാരണം ഈ ഒരു ദുരന്തത്തിൽ ഇന്ന് കേരളം മൊത്തം ഒന്നു ചേർന്ന് ഇവർക്കൊരു ആശ്വാസമായിട്ട് വന്നിരിക്കുകയാണ്. പക്ഷേ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ച് തന്നെ മുന്നോട്ട് പോകണം. കാരണം കർഷകരെന്ന് പറയുന്നത് ഒരു എക്കണോമിയുടെ, നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ബാക്ക് ബോണാണ്. ഇന്നും ഇന്ത്യയിൽ 67% ആളുകൾ കാർഷിക വൃത്തിയെ ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പം കാർഷിക മേഖലയ്ക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് തന്നെ സർക്കാർ മുന്നോട്ട് പോകണം. വേണു, സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ കൃത്യമായ ഇടപെടൽ ഉണ്ടായി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നലെ തന്നെ മന്ത്രി ജെ ചിഞ്ചുറാണി ഉൾപ്പെടെയുള്ള ആളുകൾ വിളിച്ചു, അവർ സഹായം വാഗ്ദാനം ചെയ്തു. അത് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മാതൃകാപരമായ ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഈ വിഷയത്തിൽ. പക്ഷേ പൊതുവായി ക്ഷീരവികസന മേഖലയുമായി ബന്ധപ്പെട്ട് കർഷകർ നേരിടുന്ന പ്രതിസന്ധികൾക്ക് കൃത്യമായ പരിഹാരം കണ്ടെത്താൻ ഇനിയും നമുക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. അത് കാലിത്തീറ്റയുടെ കാര്യത്തിലായാലും ഇൻഷുറൻസിൻ്റെ കാര്യത്തിലായാലും എല്ലാം അത്തരം സംഭവങ്ങളെല്ലാം നിൽക്കുകയാണ്. നമുക്ക് ജോർജ് പശു വന്നിരിക്കുക, ആദ്യമായിട്ടാണ് ഒരു പശു വാഗ്ദാനം ചെയ്തനുസരിച്ച് ഒരു പശു വന്നിരിക്കുന്നത്. എങ്ങനെയുണ്ട് പശു? നല്ല പശുവാണ്, നല്ല സന്തോഷമായിട്ടുണ്ട്. നല്ല പശുവാണ്. അപ്പോൾ ഈ പശുവിലൂടെ ഞങ്ങളുടെ സന്തോഷം തുടങ്ങി നല്ല രീതിയിൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് തോന്നുന്നു, പ്രതീക്ഷയുണ്ട്.
അവർ വലിയ സന്തോഷത്തിലാണ്. കാരണം ആദ്യമായി ഈ വാഗ്ദാനം ചെയ്ത പോലെ ആദ്യമായി ഒരു പശു ഇങ്ങോട്ടേക്ക് എത്തി. ഇന്ന് വരും ദിവസങ്ങളിലും ഇങ്ങോട്ടേക്ക് കൂടുതൽ സഹായം എത്തും. അവർക്ക് കൃഷി ഇനിയും ഊർജിതമായി കൊണ്ടുപോകാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വേണു. വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി കുട്ടിക്കർഷകരുടെ തൊടുപുഴയിലെ വീട്ടിൽ നിന്ന് ചേർന്നത്.